സുഹൃത്തുക്കളെ, സിനിമയൊന്നുമല്ല, വിജയാണ്. நாங்கள் போய் அந்த அந்த ஸ்பாட்டில் நின்று நாங்கள் பேசிட்டு வந்தோம். அதை தாண்டி எந்த தவறும் எங்கள் சைடில் நாங்கள் எதுவும் செய்யலை. பட் இருந்தாலும் எங்கள் கட்சியை சேர்ந்த நிர்வாகிகள் தோழர்கள் மேலே எஃப்ஐஆர், அது மட்டும் இல்லை சோஷியல் மீடியாவை சேர்ந்த நண்பர்கள் தோழர்கள் அவங்க மேலே எஃப்ஐஆர்லாம் போட்டு பிடிச்சிட்டு இருக்கிறாங்க. சிஎம் சார், സുഹൃത്തുക്കളെ, സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ് എന്നുള്ള വിവരമൊന്നും ഞാൻ തരേണ്ട ഒരു ആവശ്യമില്ല. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം വിജയെ സപ്പോർട്ട് ചെയ്തിട്ട് തലകൂടി രംഗത്ത് വന്നിട്ടുണ്ട്. വിജയുടെ ഭാഗത്തല്ല തെറ്റ്, നമ്മുടെ ഭാഗത്താണ് തെറ്റ്, ആരാധകരുടെ ഭാഗത്തും നല്ല തെറ്റുണ്ട് എന്ന് കൃത്യമായിട്ടും അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ഇത്തരം ഒരു ആൾ വരുമ്പോൾ ആ ഒരു ആൾക്കൂട്ടത്തിലേക്ക് കയറി പോകാനുള്ള ആ ഒരു ആളുകളുടെ ധൈര്യത്തെ, വിവരമില്ലായ്മയൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഏതൊരു ആരാധകൻ ഒരിക്കൽ കൈ തന്നപ്പോൾ കൈയിന്റെ അടിയിൽ ബ്ലേഡ് വെച്ചിട്ടാണ് കൈ തന്നത്, എന്റെ കൈ അങ്ങോട്ട് മുറിച്ചിട്ടാണ് ആരാധകൻ പോയത് എന്നടക്കം തല പറയുന്നുണ്ട്. അപ്പോൾ ആരാധകരുടെ കയ്യിലും തെറ്റുകളുണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ വിജയ് പറയുന്നത് ഒരു പക്ക രാഷ്ട്രീയം കളിക്കുകയാണ് ഇദ്ദേഹം. ഭയങ്കര രസകരമായ രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്ന രാഷ്ട്രീയം. വിജയുടെ ഇപ്പോഴത്തെ ആവശ്യം വിജയനെ എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്യണം. അത് സ്റ്റാലിൻ എങ്ങനെയെങ്കിലും വിജയനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരും ഭാഷയിൽ പിന്നെ വിജയ് വിജയിച്ചു എന്നേ, ആ ചെങ്ങാതി തളപതി വിജയ് പിന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിജയിച്ച മനുഷ്യനായി മാറും. അടുത്ത ഇലക്ഷനിൽ വിജയുടെ ആളുകൾ ജയിക്കും. വിജയ് ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അടുത്ത നിയമസഭാ ഇലക്ഷനിൽ വിജയ് ജയിച്ചിരിക്കും, തമിഴ്നാട്ടിൽ വലിയ ഓളം ഉണ്ടാക്കിയിരിക്കും. നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ഐ തിങ്ക് സോ. ഒരു സംശയമില്ലെന്നേ. കാരണം ഇദ്ദേഹം വളരെ വൃത്തിയായിട്ടതാ സിനിമയിൽ അഭിനയിക്കുന്നതിനേക്കാൾ, സിനിമയിൽ ഡയലോഗ് ഡെലിവറി ചെയ്യുന്നതിനേക്കാൾ ഭയങ്കര രസകരമായിട്ട് ഈ ചെങ്ങാതി സംസാരിക്കുന്നു. ഇദ്ദേഹം പറഞ്ഞ എന്താ? നിങ്ങളോട് ഞാൻ എന്താ ചോദിച്ചത്? എനിക്ക് സംസാരിക്കാനുള്ള ഒരു വലിയ സ്ഥലം നിങ്ങൾ തന്നതോ? ഒരു ചെറിയ സ്ഥലം. നിങ്ങൾ അനുവദിച്ച സ്ഥലത്താണ് സാർ ഞാൻ സംസാരിച്ചത്. സ്റ്റാലിൻ സാർ, മുഖ്യമന്ത്രി, മിനിസ്റ്റർ, നിങ്ങൾ അനുവദിച്ച സ്ഥലത്താണ് സാർ ഞാൻ സംസാരിച്ചത്. അല്ലാതെ വേറെ സ്ഥലത്ത് ഞാൻ സംസാരിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ അനുവാദം തന്ന സ്ഥലത്ത് സംസാരിച്ച അവിടെ അപകടം നടക്കുമ്പോൾ അതിലൊരു ചെറിയ ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ എന്നുള്ളതാണ് വ്യംഗ്യമായിട്ട് ഉള്ളിലൂടെ വിജയ് ചോദിക്കുന്നത്. ആ ചോദ്യത്തില് ഒരർത്ഥം ഉണ്ട് കേട്ടോ. പിന്നെ പറയുന്നത് എൻ്റെ ആളുകളെ, എൻ്റെ അവിടെയുള്ള ആളുകളെ, സോഷ്യൽ മീഡിയയിൽ എനിക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്ന ആളുകളൊക്കെ അറസ്റ്റ് ചെയ്യുന്നു, അവരെ ഭയപ്പെടുന്നു. മിനിസ്റ്റർ സാർ വിട്ടിടുങ്കോ, വിട്ടുപിടി, എന്നെ അറസ്റ്റ് ചെയ്യൂ മിനിസ്റ്റർ സാർ, എന്നെ അറസ്റ്റ് ചെയ്യൂ എന്നാണ് വിജയ് ചോദിക്കുന്നത്. എന്നെ ഒന്ന് അറസ്റ്റ് ചെയ്തു കൊണ്ടേക്കുള്ളൂ, എൻ്റെ ആളുകൾ വെറുതെ വിടൂ എന്നാണ്. എൻ്റെ സുഹൃത്തുക്കളെ, ഇത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന ഓളാലോചിച്ച് നോക്കി. എങ്ങാനും വിജയ് എന്ന് പറയുന്ന മനുഷ്യനെ സ്റ്റാലിൻ അറസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക, എന്തായിരിക്കും വിജയുടെ പാർട്ടിക്ക് അവിടെ പറ്റുന്ന ഓളം? സത്യം പറഞ്ഞാൽ വിജയ് പ്രതീക്ഷിക്കുന്നുണ്ട് തന്നെ ഒന്ന് അറസ്റ്റ് ചെയ്യണമെന്ന്. അത് നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇനി ബാക്കി കേൾക്കൂ. பழி வாங்கணும் அப்படின்ற எண்ணம் ஏதாவது இருந்துச்சுன்னா என்ன வேணாலும் பண்ணுங்க. அவங்க மேல கேட்காதீங்க. நான் ஒன்று வீட்டில் இருப்பேன், இல்லை நான் ஆஃபீஸில் இருப்பேன். என்ன வேணாலும் செய்யுங்க. நண்பர்களே, தோழர்களே, நம்மளுடைய அரசியல் பயணம் இன்னும் ஸ்ட்ராங்காக, இன்னுം ധൈര്യത്തോടെ കണ്ടിന്യൂ ആകും. എന്റെ പടച്ചോനെ, എന്റെ സംശയം ഈ ചെങ്ങാതിയുടെ സിനിമയ്ക്ക് ഇദ്ദേഹമാണോ സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുക്കുന്നുള്ളതാണ്. എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, എന്റെ തോഴരുകളെ, എന്റെ നൻപറുകളെ വെറുതെ വിടൂ മിനിസ്റ്ററെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എന്റെ വീട്ടിലോ അല്ലെങ്കിൽ ഞാൻ എന്റെ ഓഫീസിലോ കാണും, നിങ്ങൾക്ക് വന്ന് എന്നെ അറസ്റ്റ് ചെയ്യാം. എജാത് ഡയലോഗ് ആലോചിക്കേ. കൈയടിക്കാൻ തോന്നുന്ന, ഇതൊരു പക്ഷേ തിയേറ്ററിലാണെങ്കിലൊക്കെ ആളുകൾ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്ന ഡയലോഗുകളാണ്. അമ്മാതിരി ഡയലോഗാണ്, വിതൗട്ട് എനി മ്യൂസിക്, വിതൗട്ട് എനി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ല, പക്ഷെ ഇദ്ദേഹം
തട്ടുപൊളിപ്പിനാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആ തമിഴ്നാട്ടിലെ ഇദ്ദേഹത്തെ ആരാധിക്കുന്ന എത്ര പേർ അവരുടെ നെഞ്ചത്തോട് വെച്ചിട്ടുണ്ടായിരിക്കുന്ന ആലോചിക്കുക. എത്ര പേർ മരിച്ചുപോയ കുടുംബാംഗങ്ങളിൽ ഒരാളൊഴികെ, കുടുംബങ്ങളിൽ ഒരാളൊഴികെ ബാക്കി എല്ലാവരും വിജയ് പോയി കണ്ടില്ലേ? അദ്ദേഹത്തെ നേരിൽ കാണാൻ സാധിച്ചു എന്ന് പറഞ്ഞ അഭിമാനത്തോടെ അവർ തിരിച്ച് വീട്ടിലേക്ക് പോയില്ലേ? വിജയ് അവരുടെ കാലുകളെല്ലാം തൊട്ട് വണങ്ങിയില്ലേ? അതൊക്കെ ഉണ്ടാക്കിയ ഇമ്പാക്റ്റോ? അപ്പൊ സുഹൃത്തുക്കളെ, ഇദ്ദേഹം തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും ശക്തമായിട്ട് വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇദ്ദേഹം വരും, അടിപൊളിയായിട്ട് വരും. അമ്മാതിരി കളിയൊക്കെ ഇദ്ദേഹം നന്നായിട്ട് കളിക്കുന്നുണ്ട്. എങ്ങാനും മൂപ്പരൊന്ന് തൊട്ടാ മതി, മൂപ്പരത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. എങ്ങാനും സ്റ്റാലിന് ഒരു പൊട്ട ബുദ്ധി തോന്നിയിട്ട് നമ്മുടെ വിജയനെ ഒന്ന് അറസ്റ്റ് ചെയ്യാനോ എവിടെയെങ്കിലും ഒന്നും സ്റ്റാലിന്റെ പോലീസ് ഇദ്ദേഹത്തെ തടയാനോ ശ്രമിച്ചാൽ മതി, രാഷ്ട്രീയം മാറി പറയും. പക്ഷെ സ്റ്റാലിൻ അത് വേറെ ബുദ്ധിയാണ്. വിജയ് ചിന്തിക്കുന്നതിന് അപ്പുറം സ്റ്റാലിൻ ചിന്തിക്കും. തൊടില്ല. വിജയുടെ ദേഹത്ത് ഒരു പൂഴി മണ്ണ് വാരിയിടില്ല. അത് അദ്ദേഹത്തിന് അറിയാം. ബൈ.